നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഈ വീഡിയോടൊപ്പം ഞാൻ ചേർക്കുന്നത് അർജുൻ എന്ന് പറയുന്ന 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അനുഭവവും അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ പിതാവ് ശ്രീമാൻ സന്തോഷ് അവറുകളുടെയും ഒരു അനുഭവമാണ് ഞാനിതിൽ കൂടി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന കുട്ടി, ഈ അർജുൻ എന്ന് പറയുന്ന കുട്ടി ഏതാണ്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 11 ദിവസമെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ടും ആ കുട്ടിക്ക് കാല് താഴെ കുത്താൻ പറ്റാത്ത രീതിയിൽ, നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്, സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ വ്യക്തി, അതായത് ആ കുട്ടി വീഡിയോയിൽ വരാൻ പറഞ്ഞു. വീഡിയോ വരാൻ ഏത് കാലിനാണെന്ന് ചോദിച്ചു. കാലിനെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പ്ലാസ്റ്റർ എടുത്ത് മാറ്റാൻ പറഞ്ഞു. പ്ലാസ്റ്റർ ഊരി മാറ്റാൻ പറ്റുന്ന പ്ലാസ്റ്റർ ആയതുകൊണ്ട് ആ പ്ലാസ്റ്റർ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആ കുട്ടിയെ ഹീൽ ചെയ്ത് കറക്റ്റായിട്ട് ഹീൽ ചെയ്തതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ നടക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് അവരുടെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അപ്പം അവൻ ആദ്യത്തെ വൈഷമ്യം വരുന്ന കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രശ്നം പിന്നെയും ഉണ്ടാവുമോ എന്നുള്ള ആ പേടി കൊണ്ട് അവൻ നടക്കാനൊരു പ്രയാസം. ഞാൻ പറഞ്ഞു നടക്കണമെന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ കൊടുത്ത കമാൻഡ് എന്ന് പറയുന്നത് കോൺഫിഡൻസോടുള്ള കമാൻഡാണ്. അപ്പം തന്നെ താഴെ ഇറങ്ങി കാല് ശരിക്ക് കുത്താൻ പറഞ്ഞു. കുത്തി അപ്പം തന്നെ നടത്തി. പറയുന്നുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഈ ഒരു അസുഖം ഏതാണ്ട് ഈ സമയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു അത്ഭുതമാക്കി ആരും മാറ്റരുത്. കാര്യം ഇതൊരു അത്ഭുത സംഭവമല്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കേവർക്കും ഈ ഒരു തലത്തിലേക്ക്, ഞാൻ ഉയർന്നു വന്ന തലത്തിലേക്ക് കയറി പറ്റിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എനർജിയെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എനർജിയെ കൊണ്ട് ഏത് കാര്യവും സാധിച്ചെടുക്കാമെന്ന് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹീലിംഗ് ആണ് നമ്മുടെ മുഖ്യമായ വിഷയം. എനർജിയിലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതിലൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദീക്ഷ എടുക്കുന്ന സമയത്ത് ഗുരുവിൽ നിന്നും ഞാൻ എഴുതി കൊടുത്ത 4 കാര്യവും ഒന്ന് തന്നെയായിരുന്നു. 4 കാര്യം നിങ്ങളുടെ ആഗ്രഹം അറിയിക്കാൻ പറഞ്ഞതിന് അതിൽ 4 കാര്യവും ഞാൻ പറഞ്ഞത് ഒന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് അശരണരായിരിക്കുന്ന വ്യക്തികളെ ഈ എനർജി കൊണ്ട് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടാക്കി തരണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെനിക്ക് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് എനർജി നിൽക്കും എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഇത് അനേകം അനുഭവങ്ങളിൽ ഒരനുഭവം മാത്രമാണ്. വ്യക്തമായ വീഡിയോ ആ കുട്ടിയുടെ പിതാവിൻ്റെയും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക. അത് നിങ്ങൾ കമൻ്റ് ഇടുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കാണോ അങ്ങനെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ അടുത്തോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് നമ്പർ ചുവടെ ചേർക്കുന്നതാണ്. ആ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചതിന് ശേഷം സമയം ചോദിച്ച് ചെയ്യാൻ പറ്റുന്ന ക്രിയയാണെങ്കിൽ, എല്ലാം ഒന്നും ശരിയാക്കാൻ പറ്റില്ല, ചിലതൊക്കെ ശരിയാക്കാൻ പറ്റൂ. ആ ശരിയാക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ചാരിറ്റി ട്രസ്റ്റ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ചാരിറ്റിയിലേക്ക് ഒരു ഫീസ് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു റെസീപ്റ്റ് മേടിച്ചുകൊണ്ട് പോകണം. ആ റെസീപ്റ്റ് അതിനകത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് ബാങ്കിലേക്കാണ് പോകുന്നത്. പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ്, അതായത് ആഹാര സാധനങ്ങളുടെ കിറ്റ് കൊടുക്കുന്നുണ്ട്, ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ചിലവുള്ളത് കൊണ്ട് ഒരു ഫീസായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കൊടുത്ത് റെസീറ്റ് മേടിച്ച് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തരുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിച്ചു തരുന്നതായിരിക്കും. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അർജുനസ്. ഞാൻ ചെട്ടുളങ്ങരയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 11 ദിവസമായിട്ട് എനിക്ക് കാല് തറയിൽ കുത്താൻ പറ്റത്തില്ലായിരുന്നു. മുൻ വർഷങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എനിക്ക് വേദന വരുമായിരുന്നു. പക്ഷേ ഇത്രയും നാൾ നിന്നിട്ടില്ല. ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ തരുമ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് പോവായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം മാത്രം ഒരു 11 ദിവസത്തിന് മുകളിൽ, ഏകദേശം ഒരു 2 ആഴ്ചക്ക് അടുത്തോളം നിന്ന വേദന
പിന്നെ ആണെങ്കിൽ നേരത്തെ ഇതിൽ തന്നെ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ എടുത്ത്, അന്നേരം വലിയ ഇതായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. പിന്നെ ഈ പ്രാവശ്യം ചെന്നപ്പോൾ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. ഇത് MRI സ്കാനിൻ്റെ റിപ്പോർട്ടാണ്. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കാലിൻ്റെ ലിഗമെൻറ്റ് വലിഞ്ഞിരിക്കുമെന്നാണ്. അപ്പോഴത്തേക്കും പിന്നെ വേറെ മരുന്ന് തന്നിട്ട് ഞാൻ കുറച്ച് ദിവസത്തോളം അത് കഴിച്ച് കഴിഞ്ഞ് വേദന അന്നേരം കുറവുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സാറിനെ ഞങ്ങളാണ് കോണ്ടാക്ട് ചെയ്ത്. അന്നേരം സാറ് പറഞ്ഞ് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞ്. അന്നേരം വീഡിയോ കോളിൽ വന്നപ്പോൾ സാറ് ബ്ലെസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബ്ലെസ് ചെയ്യാമെന്ന് പറഞ്ഞ്. അന്നേരം ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞ്. അന്നേരം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആണെങ്കിൽ കണ്ണടച്ചിരുന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്ത്. പിന്നെയാണ് സാറ് പറഞ്ഞ് കാലിലെ ബാൻഡേജ് എല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞ്. ആ ബാൻഡേജ് അഴിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ പിന്നെ നടന്നോളാൻ പറഞ്ഞു. നടന്ന് നോക്കിയപ്പോൾ അത്ഭുതകരമായിട്ട് എൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറിയിരുന്നു. അപ്പോൾ സാറാണെങ്കിൽ എന്നെ ബ്ലെസ് ഒക്കെ ചെയ്ത് എൻ്റെ വേദന എല്ലാം പൂർണ്ണമായിട്ട് മാറി. സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ ചെട്ടുകുളങ്ങര യോഗ സെൻറ്ററിലെ ഒരു പഠിതാവാണ്. എൻ്റെ മകൻ്റെ കാലിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മകനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു. അനുഭവസ്ഥനെന്ന രീതിയിൽ അവൻ്റെ അച്ഛനെന്ന നിലയിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. കാര്യം ഇടയ്ക്ക് അങ്ങനെ സ്ഥിരമായിട്ട് വിട്ട് വരാറുള്ള ഒരു വേദന, ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ എക്സ്റേ, മരുന്നുകൾ മാറി ചേഞ്ച് ചെയ്തുകൊണ്ട് ഡോക്ടർ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. വർഷത്തിലൊരു 2-3 തവണ ഇത് ഇടയ്ക്ക് വരാറുണ്ട്. അത് 2-3 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ടൊക്കെ പരമാവധി അത് മാറാറാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ പ്രാവശ്യം അത് ആ സമയവും കടന്ന് 11 ദിവസവും കഴിഞ്ഞ് 2 ആഴ്ചയോടടുത്തോളം നീണ്ടു പോയപ്പോഴേ മാനസികമായിട്ട് ഒത്തിരി പ്രയാസം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ മാനസികമായിട്ട് ഒത്തിരി അലട്ടുണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സാറിനെ വിളിച്ചു വിവരം പറഞ്ഞപ്പോൾ സാറ് വീഡിയോ കോളിൽ വരാൻ മോനോട് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം മോനെ കുറച്ച് നേരം വീഡിയോ കോളിൽ സാറ് ഹീൽ ചെയ്ത് പറയുന്നതിന് സാറ് പറഞ്ഞു കാലിൻ്റെ കെട്ടഴിച്ച് മാറ്റാൻ പറഞ്ഞു. കെട്ടഴിച്ച് മാറ്റി താഴെ കാല് കുത്തി നടക്കാൻ പറഞ്ഞു. ശക്തമായിട്ട് സാറ് പറഞ്ഞു കാല് കുത്തി നടക്കടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കമാൻഡും ഈ ഹീലിങ്ങും എല്ലാം കൊണ്ട് എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഈ ഒരു ഏതാണ്ടൊരു 15 മിനിറ്റിന് മുമ്പ് ബാത്റൂമിൽ പോയത് വളരെ ബുദ്ധിമുട്ടിയാണ് പോയത്. ഈ കാലെ ബാൻഡേജ് വെക്കുമ്പോൾ തന്നെ ആണെങ്കിലും ഒറ്റക്കാലെ ചാടി കാല് കുത്തുമ്പോൾ അയ്യോ എന്ന് വെക്കും. അത് പോയിട്ട് ഹീൽ ചെയ്തതിന് ശേഷം സാറിൻ്റെ കമാൻഡ് വന്നതിന് ശേഷം ഒത്തിരി സന്തോഷകരമെന്ന് പറയട്ടെ, അതിശയമെന്ന് പറയാം, ആഹ്ലാദമെന്ന് പറയാം. അത് ഞങ്ങൾക്ക് ഒത്തിരി അനുഭവമായി. സാറിന് ഒത്തിരി നന്ദിയും സ്നേഹവും ഞാൻ ഇതിലൂടെ അറിയിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇതുപോലെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഹീലിങ്ങിലൂടെ സാധ്യമാകുന്നത് നമ്മുടെ സാറിന് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളത് വീണ്ടും ഓരോ വീഡിയോകളിലൂടെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. ആ സാറിൻ്റെ ഒരു ശിഷ്യനായതിൽ എനിക്കൊത്തിരി അഭിമാനവും ഒത്തിരി ഭാഗ്യവും ലഭിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.